ഇത് ആത്മാവിൻ്റെ സംഗീതം, ദൈവീക പ്രണയത്തിൻ്റെ രാഗം. അത് നമ്മെ പ്രപഞ്ചത്തോട് ചേർക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലക്ഷദ്വീപ് സാഹിത്യം കടലോഷ എന്ന അതിൻ്റെ ഒരു വേദിയിലാണ്. ഇത് വേദി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വാട്സപ്പ് കൂട്ടായ്മയിലൂടെയുള്ള ചർച്ചയിലാണ്. ഈ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുക. അത് വളരെയധികം സന്തോഷകരമാണ്. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും എഴുതുന്നതിൻ്റെയൊക്കെ വാക്കുകൾ കൂടുതലായി കയ്യിൽ നിന്ന് കൈമാറിപ്പോകാൻ, അല്ലെങ്കിൽ കാതിൽ നിന്ന് ചെവി മാറിപ്പോകാൻ ഒക്കെ, അല്ലെങ്കിൽ വാക്കുകളിലൂടെ മൊഴികളിലൂടെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ലക്ഷദ്വീപ് എന്ന് ഓർക്കുമ്പോൾ അവിടെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ, പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ മനസ്സിലേക്ക് ഇതിൻ്റെ മുഖ്യ സംഘാടകനായ പ്രിയപ്പെട്ട ഇസ്മത്ത് ഹുസൈൻ എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചമയം ഖാജ ഹുസൈൻ എന്ന് പറയുന്ന മർഹൂം ചമയം ഖാജ ഹുസൈൻ ആണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. പല രീതിയിലും ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട എൻ്റെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചമയം ഖാജ ഹുസൈനുമായി ബന്ധപ്പെട്ട ബന്ധം അത് വേറെ തന്നെയായിരുന്നു. ലക്ഷദ്വീപിൻ്റെ ചരിത്രവും സാഹിത്യവും ഒക്കെ എന്നിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിലൂടെയാണ്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അഷ്റഫ് സഅദി പാലപ്പെട്ടി, സൂഫി കാവ്യ മേഖലയിലെ, സംഗീത മേഖലയിലെ നൈപുണി അങ്ങേയറ്റം മികച്ചു നിൽക്കുന്ന അദ്ദേഹം, മഹാനായ കലാകാരൻ ഇതിലുണ്ട് എന്നത് എനിക്ക് സന്തോഷം നൽകുന്നു. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും കൂടുതൽ ആമുഖങ്ങളില്ലാതെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് പ്രവേശിക്കുകയാണ്. സൂഫി പാട്ടുകളിലെ, സൂഫി കവിതകളിലെ, അല്ലെങ്കിൽ സൂഫി സംഗീതത്തിലെ ഗാനങ്ങളിലെ സാഹിത്യം എന്നുള്ള വിഷയമാണ് എനിക്ക് ടച്ച് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു നിശ്ചിതമായ ക്രമത്തിൽ നിന്നുകൊണ്ട് സാഹിത്യത്തിൻ്റെ അച്ചടക്കത്തെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം അച്ചടക്ക ലംഘനം ആണ് സൂഫി സാഹിത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വാസ്തവത്തിൽ സൂഫി സംഗീതം തുടക്കം കുറിക്കുന്നത് ശബ്ദത്തിൽ നിന്നല്ല മൗനത്തിൽ നിന്നാണ്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആദ്യത്തെ സൂഫി സംഗീതവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സൂഫി ഗാനവുമായി ബന്ധപ്പെട്ട വരികളെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. കേണർ കലാമീയത്തുളർ ഹാഹി ഹൂ കലിമർ ജമാലിയ തമർ ഖാദിറുഹും കേപ്പൻ കവിയുള്ളം പിളർ ബഹൂ കേമ ഖലിർ ബഹർ ഫിറാഖുഹാദാ കലിമോർ റജൂൽ മൂസ ഖലീഫ് ദാദാ. ഈ കവിതയാണ് സൂഫി കവിതാ മേഖലകളിൽ നിന്ന്, അല്ലെങ്കിൽ ഗാനമേഖലയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടത് എൻ്റെ പ്രിയപ്പെട്ട പിതാമഹൻ കക്കാട്ട് ആലിപ്പു ഹാജി എന്ന വ്യക്തിയിൽ നിന്നാണ്. ആ കേട്ട മാത്രമേ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിൽ ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ആരുടെ കവിതയാണ് ഉപ്പൂപ്പ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം അതിന് മറുപടി പിൽക്കാലത്ത് നിനക്ക് മനസ്സിലാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇച്ചമസ്ഥാൻ എന്ന പേര് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഉള്ളടക്കം നിനക്ക് പിന്നീടായിരിക്കും മനസ്സിലാവുക എന്ന് അദ്ദേഹം പറയുകയും 1993 അദ്ദേഹം ഇവിടെ പറയുകയും ചെയ്തു. അതിനു മുമ്പ് ഒരു അന്താക്ഷരി മത്സരത്തിൽ, മാപ്പിളപ്പാട്ട് അന്താക്ഷരി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരൂരിൽ വെച്ച് നടന്നാണ്. അതിന് വേണ്ടിയിട്ട് കവിത കാണാതെ പഠിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അന്താക്ഷരിയിലെ ആളുകളെ കൊടുക്കാൻ ഹ യാ പോലെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഹായിൽ അവസാനിക്കുന്ന ഗാനങ്ങൾ ഇദ്ദേഹം എൻ്റെ ഉപ്പൂപ്പ മൂളുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം പാടിത്തന്ന കവിതയുടെ വാക്കുകളാണ് ഇവിടെ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചൊല്ലി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥതലത്തിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് പറയാം. സൂഫി സാഹിത്യം എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. സൂഫി സംഗീതത്തിലെ ഗാനത്തിലെ സാഹിത്യം എന്നുള്ളതാണല്ലോ. കേണർ കലാമീയത്തുളർ ഹാ ഹീഹു, കലാമീയത്തിൽ അതിൽ ഉളർന്ന ഒരു കേണറായിട്ടുള്ള ആൾ. കേണർ എന്നതിൻ്റെ വാക്ക് ഇപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല. ഞാൻ മുമ്പ് അതിനെപ്പറ്റി എഴുതിയിരുന്നു. അൽ ഇർഫാദ് മാഗസിനിൽ ഈ ഒരു വാക്കുകളെ തന്നെ വ്യാഖ്യാനിച്ച് എഴുതിയിരുന്നു. പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അത് ഉണർന്നതിന് ഹാ ഹി ഹു എന്ന ഒരു ധ്വനിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കാണ് ഉണ്ടായത്? കലിമർ ജമാലിയ തമർ ഖാദിറുഹും. കലിമോർ മൂസ എന്നതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് കലിമർ. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജമാലിയത്തിൻ്റെ അമർ ആയിട്ട്, അതിൻ്റെ മരണമില്ലായ്മയായിട്ട്, അവിടുത്തെ ഖാദിരിയത്ത്, അവരിലുള്ള ആ ശക്തിയുടെ, അതീന്ദ്രിയമായ ശക്തിയുടെ, അതിനെ വേണമെങ്കിൽ നമുക്ക് മശായിഖന്മാരിലേക്കൊക്കെ നീട്ടാം, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഖാദിറുഹും, അവരിലുള്ള അതിൻ്റെ ഒരു ശക്തിയായിട്ട് അതിനെ നാം കാണുമ്പോൾ കേപ്പൻ കവിയുള്ളം പിളർ ബഹാഹു, എൻ്റെ കവിയാകുന്ന, ഞാനത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കവിയാകുന്ന എൻ്റെ ഉള്ളം പിളർന്ന് അതിൻ്റെ ആ ഒരു അതീന്ദ്രിയമായ വെളിച്ചം അത് വ്യക്തമാകുന്നു, അല്ലെങ്കിൽ അത് പുറത്തു ചാടുന്നു. കേമ ഖലിർ ബഹർ ഫിറാഖുഹാദ. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഖലിർ, എൻ്റെ രണ്ട് സമുദ്രങ്ങളെ പിളർത്തി, എൻ്റെ ആധ്യാത്മികമായ ഭൗതികമായ ആ രണ്ട് സമുദ്രങ്ങളെ വേർപ്പെടുത്തി, ഇതാ ഇവിടെ നീ പുരുഷനാകുന്നു, നീ ഒരു റജുൽ ആകുന്നു, നിനക്കത് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞിട്ട് കലിമോർ റജുൽ മൂസ ഖലീഫ് ദാദാ. ഖലിർ ആരാണ്? കലിമോർ ആയ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ അലിഫ് ദാദായാണ്. ഗുരു എന്നതിൻ്റെ ഒരു വാക്ക്. ഈ ഒരു വാക്ക് പിൽക്കാലത്ത് പഠിച്ചെടുത്തതാണ്. പിൽക്കാലത്താണ് ഇതിനെ ഞാൻ പരാവർത്തനം ചെയ്ത് വ്യാഖ്യാനം ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സൂഫി സാഹിത്യം ആരംഭിക്കുന്നത് കടുക്കട്ടിയായ പദങ്ങളിൽ നിന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഞാൻ എൻ്റെ സൂഫി സാഹിത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ, അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ എൻ്റെ അന്വേഷണങ്ങളിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ
വേറെയും കാലപുരുഷനായ ഖിദറിൽ നിന്ന് കേട്ട വാക്കുകളുടെ പൊരുളറിയാതെ ഹാ ഹി ഹു എന്നതിൻ്റെ അത്തും പിത്തും പറഞ്ഞ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ഈ കവിതയ്ക്കും അപ്പുറത്ത് വളരെയധികം ആഴത്തിൽ സംസാരിക്കുന്ന, നമുക്ക് ഒരർത്ഥത്തിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കയറാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആഴത്തിലേക്ക് പിന്നെയാണ് പോകുന്നത്. ഒരു ഉദാഹരണത്തിന് കുണംകുടി മസ്താൻ്റെ സൂത്തിര പാവൈ കയറിറ്റു വീഴുമുൻ സൂക്ഷ്മക്കായറിൻ്റെ പാരട എന്ന് പറഞ്ഞിട്ട് സൂക്ഷ്മക്കായറ്റിനെ പാരട, അതായത് നിന്റെ ഉള്ളിലുള്ള സൂത്രപ്പാവ, ആ സൂത്രപ്പാവ അത് കയററ്റ് വീഴുന്നതിന് മുമ്പ് അത് ബന്ധിപ്പിച്ചിരിക്കുന്ന സൂക്ഷ്മക്കയറിനെ പാരട, നീ കാണടാ എന്ന് പറയുന്ന കുണംകുടി മസ്താൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നത് ഞാൻ വാസ്തവത്തിൽ ആദ്യമായിട്ട് ഞാനത് കേൾക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു അവധൂതനായ പിൽക്കാലത്ത് ഇടക്കിടക്ക് കാണാതാവുകയും എന്നാൽ ഇടക്കിടക്ക് വെളിപ്പെടുകയും ചെയ്തിരുന്ന കുഞ്ഞബ്ദു തൂതാനി എന്ന് പറയുന്ന തൂതാനി മസ്താനിൽ നിന്നായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇച്ചാബ്ദുൽ ഖാദർ മസ്താന്റെ വാക്കുകൾ മൂളി മണിമംഗ മീമിലേക്ക് മണിമാരനാകാൻ നോക്ക്. ഉസ്താദ് തവക്കൽ മുസ്തഫ കടലുണ്ടി വളരെ മനോഹരമായിട്ട് അത് ആലപിക്കാറുണ്ട്. മണിമംഗ മീമിലേക്ക് മണിമാരനാകാൻ നോക്ക്, മനതകം ഭൂദീപമാക്ക്. ആ വാക്കുകളുടെ അർത്ഥം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നീ മണിമംഗയുടെ ആ മീമിലേക്ക് മണിമാരനായി മാറുക. നിന്റെ ഉള്ളിൽ അപ്പോൾ മനതകം അതിൻ്റെ ഹുവിയത്തിൻ്റെ ദീപമാക്കപ്പെടും. അല്ലെങ്കിൽ നീ അത് ആക്കുക. അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകാത്തതെല്ലാം മനസ്സിലാകും. ഇവിടെയാണ് സൂഫി സാഹിത്യത്തിൻ്റെ ഒരു തലം ആരംഭിക്കുന്നത്. സൂഫി സംഗീത സാഹിത്യത്തിൻ്റെ തലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അതിൻ്റെ ഏറ്റവും ആധികാരികമായ അടിത്തറ അത് മൗനത്തിൽ നിന്നാണ്. മൗനം, നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. ഇത് അറിയണമെങ്കിൽ നമ്മൾ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും നമ്മൾ ഉൾക്കൊണ്ടതുമായ കാര്യങ്ങളിലൊക്കെ മൗനം എന്നത് ദീക്ഷിക്കണം. ആ മൗനത്തിൽ നിന്നാണ് സൂഫി സാഹിത്യ സബര്യ ആരംഭിക്കുന്നത്. നമ്മൾ വേറൊന്നാണ്, നമ്മളല്ല, നമ്മളല്ലാത്ത നമ്മളെ തന്നെ തീരുമാനിക്കപ്പെട്ട ഗുണങ്ങൾ വേറെയുണ്ട്. അത് മിഅ്റാജിൻ്റെ ആകാശം വരെ, ഭൂമിയുടെ ഏറ്റവും കീഴ്ത്തട്ട് വരെ നമ്മളെപ്പറ്റി തന്നെ ചുഴിഞ്ഞന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ സൂഫി സംഗീതത്തിൽ നമ്മൾ സൂഫി പാട്ട് രചനയിൽ മദ്ഹുകളുണ്ട്, കവാലികളിലൊക്കെ വരുന്ന മദ്ഹുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പുകഴ്ത്താറുണ്ട്, വാഴ്ത്താറുണ്ട്. റസൂലുമായി ബന്ധപ്പെട്ട ഹുബ്, നമ്മൾ ഇഷ്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നാത്തുകളിൽ നാത്തുകൾ പോലെയുള്ള വിശേഷണ കവിതകളിൽ നമ്മൾ ഓരോരുത്തരുടെയും വിശേഷണങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ അതിനും അപ്പുറത്ത് സൂഫി ഗാനം വാസ്തവത്തിൽ തുടങ്ങുന്നത്, സൂഫി പാട്ടെഴുത്ത് വാസ്തവത്തിൽ തുടങ്ങുന്നത് അവനിൽ നിന്നാണ്. നമുക്കൊക്കെ ഒരു സെൽഫ് ഉണ്ട്, ഒരു സീൽഡ് സെൽഫ്, അടച്ചു പൂട്ടി മുദ്രിതമാക്കി വെച്ച ഒരു സെൽഫ് ഉണ്ട്. അവിടെ വാസ്തവത്തിൽ നാം ബുദ്ധിയുള്ളവനല്ല, നാം കേൾവിയുള്ളവനല്ല, കാഴ്ചയുള്ളവനല്ല, നമ്മെല്ലാം ഒന്നും അറിയാത്തവനാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും ഗ്രഹിച്ചറിയാത്തവനാണ്. എൻ്റെ ഗുരുനാഥനായ ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, വ അമീനി ഫി അമാനി യഹ്തമി ഐ മജ്നൂനുൻ ജഫാഹു വസ് ദജിസ്. ഇത് എഴുതി വെച്ച് പറയുന്നതല്ല, എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അതിലേക്ക് നോക്കുന്ന സമയത്ത് കാഴ്ചക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്ന സമയത്തും ഉച്ചരിക്കുന്ന സമയത്തൊക്കെ തെറ്റുകൾ വരുന്നത്, ക്ഷമിക്കുക. ആൻഡ് മൈ ട്രസ്റ്റ് ഇൻ മൈ ഡിസൈർസ് വിൽ ബി സീൽഡ് മൈ സെൽഫ്. എനി മാഡ്മാൻ ഹു ഈസ് ഡ്രൈഡ് അപ്പ് ആൻഡ് റച്ചഡ്. എന്നിൽ നിന്നുള്ള സുരക്ഷയുടെ അമീനി ഫി അമാനി അഹ്തമി, എന്നിൽ നിന്നുള്ള സുരക്ഷയിലെ വിശ്വാസം. ഏതൊരു വരണ്ട് മുഷിൻ്റെ ഭ്രാന്തനും മുദ്ര വെച്ച് സൂക്ഷിക്കാം. നമ്മളൊക്കെ വാസ്തവത്തിൽ സൂഫി സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അതിദൃഢമായ മൗനത്തിൽ തന്നെ മനസ്സിലാക്കാനുള്ള ആ മൗനത്തിൽ ആണ്ടിറങ്ങുന്ന സമയത്ത് താനല്ല, എന്നിൽ അന ഫി അന വ ഇന്നീയ ഫി അന, എന്നിൽ ഞാനല്ലാത്ത മറ്റൊരു അനയുണ്ട്, ഞാനല്ലാത്തൊരു ഞാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ ബുദ്ധിയെ ആദ്യമായിട്ട് പരിത്യജിക്കുകയും ബുദ്ധി നമുക്ക് അനുഗുണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചതും കേട്ടതുമായ ഓരോ കാര്യങ്ങളും പിന്നീട് നമ്മളിൽ ഉണർന്നു വരും. എൻ്റെ ഒരു അനുഭവം പറയാം. കുൽ യുഹീഹല്ലദി അൻഷഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഇത് പലപ്പോഴും സൂറത്ത് യാസീനിലെ 79-ാമത്തെ ആയത്താണ്. നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. ഇത് ഒരു മൗനത്തിൻ്റെ ഘട്ടത്തിൽ പാരായണം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം ധ്വനിക്കുന്നത് ഒരു പാട്ടായിട്ടാണ്. ഒന്നാം തവണയിൽ ഹാവനിയേകി, ഹായുടെ ആരംഭം ഏകിയോനല്ലോ, പാടുക നീ അതു ജീവനിലെന്നും, ഹുവയെന്നവൻ കുല്ലു ജാലവിദ്യക്കാരൻ, കുൽ യുഹീഹല്ലദി അൻഷഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഒന്നാം തവണയിൽ ഹാവനിയേകി, ഹാ എന്ന വനിയേകിയവൻ, ഹായുടെ ആരംഭമേകിയവൻ, പാടുക നീ അത് ജീവനിലെന്നും, കുൽ നീ പാടുക, ജീവനിൽ എന്നും പാടുക, യുഹീ അല്ലദി അൻഷഅഹ അവ്വല മറത്തിൻ, ഹുവ എന്നവൻ കുല്ലു ജാലവിദ്യക്കാരൻ. എന്നിട്ട് പിന്നെന്താ പറയുന്നത്, അല്ലദീ ജഅലലക്കും മിനശ്ശജരിൽ അഹ്ളറി നാറൻ ഫഇദാ അൻതും മിൻഹു തുഖിദൂൻ. പച്ചമരമായി കത്തുന്ന ദേഹത്തെ അഹമായൊരു അഗ്നിയിൽ ഊട്ടിയോനല്ലോ. അത് വാസ്തവത്തിൽ കൃത്രിമമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അത് കൃത്രിമമായിട്ട് ജനിപ്പിച്ചതാണ്. പച്ചമരമായി കത്തുന്ന ദേഹത്തെ അഹമായൊരു അഗ്നിയിൽ ഊട്ടിയോനല്ലേ, എന്നിട്ട് നിങ്ങൾ ഈ അതിൽ നിന്നും നിങ്ങളെ കത്തിച്ചെടുക്കുകയല്ലേ.
ഷെയ്ഖ് മുഖ്താർ മുഹമ്മദ് അലി ദസൂഖി റളിയല്ലാഹു അദ്ദേഹം തൻ്റെ ഗുരുവുമായി ബന്ധപ്പെട്ട സ്മരണയിൽ ധ്യാനത്തിൽ ഏകനായി ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആ മൗനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊഴുകിയതാണ് അനാഫി അനാവ ഇന്നി യഫി അന. അതോടൊപ്പം തന്നെ അലഫ് അൽ അലിഫിന്റെ ചരിത്രവും നമ്മൾ കേട്ടിട്ടുണ്ട്. ജലാലുദ്ദീൻ റൂമിയിൽ നിന്ന് ഷംസ് തബ്രീസ് അകന്നു പോയ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് മസ്നവി, ദീവാനൊക്കെ പിന്നീട് ഉണ്ടായതാണ്, മസ്നവി ഉറവിടുകയും ആ മസ്നവിയുടെ ചാല് അദ്ദേഹത്തിൽ നിന്ന് അനർഗളമായി ഒഴുകുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് റുബാഇയാത്ത് ഉമർ ഖയ്യാമിൽ നിന്ന് ഉണ്ടാകുന്നത്. ഉമർ ഖയ്യാമിന്റെ ഏകാഗിതമായ ധ്യാനാത്മകമായ അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ സൂഫി സാഹിത്യം ഒരു കൃത്രിമമായ വാക്കുകൾ കൊണ്ടോ കൃത്രിമമായ സാഹിത്യ പദാവലികൾ കൊണ്ടോ ഒരിക്കലും തന്നെ അത് ഉണ്ടാകപ്പെടുകയില്ല, ഒരിക്കലും തന്നെ അത് ആവിഷ്കരിക്കപ്പെടുകയില്ല. അത് ആവിഷ്കരിക്കപ്പെടുമ്പോൾ അവനവനിൽ ഉള്ള രസങ്ങൾ എന്തൊക്കെയാണ്, ഓരോരുത്തരുടെയും ഉള്ളിലുള്ള രസങ്ങൾ, ആ രസങ്ങൾക്കനുസരിച്ചായിരിക്കും ഓരോ സൂഫി വരികളും പുറത്തെടുക്കുക. അപ്പോൾ അഷ്റഫ് പാലപ്പെട്ടി പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം കുറേ കാലം അദ്ദേഹം നന്നായിട്ട് പാട്ട് എഴുതുന്ന ആളാണ്. കുറേ കാലം പാടാതിരുന്നു. അദ്ദേഹം മറ്റു പലരെയും കൊണ്ടും പല ആളുകളെ കൊണ്ടും പാടിപ്പിച്ചു. പക്ഷേ അദ്ദേഹം പാടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരികൾ കൂടുതൽ നന്നായി എന്ന് ഞാൻ പറയാം. മറ്റു ഗായകന്മാരെ ഞാൻ മോശമാക്കുകയല്ല. കാരണം താൻ എന്താണ് യഥാർത്ഥത്തിൽ ഇച്ഛിക്കുന്നത്, തൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് ശരിക്കും പുറത്തേക്ക് പോരേണ്ടത്, എവിടെയാണ് ഞാൻ സ്ട്രെസ് ചെയ്യേണ്ടത്, എൻ്റെ മ്യൂസിക് പ്ലാൻ അത് സാഹിത്യം അനുസരിച്ച് എവിടെയാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് എഴുത്തുകാരനാണ് കൂടുതൽ അറിയാം. ഞാൻ പാട്ടുകാരനല്ല, ഞാൻ എഴുതാറുണ്ട്, എനിക്ക് പാടാൻ അറിയില്ല, പക്ഷേ പാടിപ്പിക്കാറുണ്ട്. പാടിപ്പിക്കുന്ന ആളുകളോട് ആവർത്തിച്ച് പറയേണ്ടി വന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ സാഹിത്യ രസം അവർ ഉൾക്കൊള്ളണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തൂതാനി മസ്താന്റെ വാക്കുകൾ എനിക്കിപ്പോഴും മ്യൂസിക് ഇട്ട് കൊടുക്കാനോ മറ്റുള്ളവർക്ക് കൈമാറിയിട്ട് അതൊരു പാട്ടാക്കി ഇറക്കാനോ കഴിയാത്തതാണ്. പക്ഷേ അതിനകത്ത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹമുണ്ട്. മറ്റൊരാളിലും കാണപ്പെടാത്ത ഇച്ചമസ്താന്റെ പാട്ടുകളിൽ ഇച്ചമസ്താനാണുള്ളത്. KV അബൂബക്കർ മാസ്റ്ററുടെ പാട്ടിൽ KV അബൂബക്കർ മാസ്റ്ററേ ഉള്ളൂ. അത് ഞാൻ വേറെ പറയാം. അബ്ദുറസാഖ് മസ്താന്റെ ഗാന തജല്ലങ്ങളിൽ അദ്ദേഹം മാത്രമാണുള്ളത്. കടായ്ക്കൽ മൊയ്തീൻകുട്ടി ഹാജി, പുലവർ മൊയ്തീൻകുട്ടി ഹാജിയുടെ വരികളിൽ അദ്ദേഹമല്ലാതെ മറ്റാരുമില്ല. മോയിൻകുട്ടി വൈദ്യർ, അദ്ദേഹം മാപ്പിള കവിയല്ല, മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു സാധനമേ ഇല്ല, മാപ്പിളയില്ലെങ്കിൽ പിന്നെ മാപ്പിളപ്പാട്ടുമില്ല. മാപ്പിളയല്ല ഉള്ളത്, ഇസ്ലാമും മുസ്ലിമുമാണുള്ളത്. ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി കൃത്രിമമായിട്ട് വളരെ കൃത്രിമമായി ഉപയോഗിച്ച ഒരു പദാവലിയാണ് മാപ്പിള സാഹിത്യം, മാപ്പിളയുടെ പാട്ട്, മാപ്പിളയുടെ ഹാല്, മാപ്പിള കലഹം, മാപ്പിള കലാപം പോലെയുള്ള സംഗതികൾ. അത് അധമമായ ആ വാക്കുകളെ നമ്മൾ തന്നെ പരാവർത്തനം ചെയ്യേണ്ടി വരുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്തുമായിട്ടാണ് വാസ്തവത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ആഴമാണ്. അപ്പൊ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ തൂതാനി മസ്താന്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. മുത്തിന്റെ മൂലക്കൊരോട്ട, കെട്ടിന്റെ പേരതു കേട്ട. ഇതിപ്പോ ഞാൻ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല, നിന്ന കുറേ അധികം സമയം വേണം. നൂറ്റ മുഹമ്മദ് ചാട്ട, ചുറ്റിന്റെ താമ്പരക്കോട്ട, വിങ്ങി റജൂൽ ചിറ പൊട്ടി, മുങ്ങി മഹബത്ത് മുട്ടി, കുളിയൂളി കുടിച്ചതിൽ ചുറ്റി, ഉപ്പില്ലാതുപ്പാനെ നാറ്റി, താനോന്റെ താരാട്ടു മീട്ടി, താഴോട്ടു താത്താതെ വെട്ടി. അതാ ആ വാക്കുകളൊക്കെ. താനോന്റെ താരാട്ടു മീട്ടി, സ്വയം അവന്റെ താരാട്ട് മീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ മൗനം. ആ മൗനത്തിൽ നിന്ന് ഭ്രാന്തിലേക്ക് കിടക്കുന്നു. അഖലിനെ വിസ്മരിച്ചു കളയുന്നു. എന്നിട്ട് തന്നിലുള്ള ഖറാം എന്ന് പറയുന്ന ഭ്രമം, ആ ഭ്രാന്ത് അല്ലെങ്കിൽ ആ മസ്ത്, ആ ലഹരിയെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ താനോന്റെ താരാട്ട് മീട്ടാൻ കഴിയുന്നു. എന്നിട്ടോ താഴോട്ട് താത്താതെ വെട്ടി, നമ്മളെ നശിപ്പിക്കാതെ, താഴോട്ട് താഴ്ത്താതെ, അധികം കുഴിച്ച് നശിപ്പിക്കാതെ എന്ത് ചെയ്യുന്നു, വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്തഫ നാട്ടി, ത്വാഹാവേ മുസ്തഫ നാട്ടി, നമ്മളിൽ കുഴിച്ച് മുസ്തഫയെ നാട്ടി, താളായി മീമിട്ട് കൂട്ടി. പിന്നെ നമ്മുടെ രചിക്കുന്ന താള് അതൊക്കെ മീമിട്ട് കൂട്ടുകയാണ്. അതിന് വേണ്ടിയിട്ട് നാരായി പിരിച്ചവനാരോ, തൂതാനിയുടെ വാക്കുകളാണ്. നാരായി പിരിച്ചവനാരോ, നമ്മെ നാമായി വിളിച്ചവനാരോ, അല്ലതി സമ്മയിത്തുഹു, നമ്മളായിട്ട് നമ്മളവിടെ കണ്ടെത്തുകയാണ്. നമ്മുടെ പേരായി, നമ്മളായി, നമ്മുടെ അറിവായി, നമ്മുടെ സ്വത്വമായി, നമ്മുടെ സ്വാവ് ആയി നമ്മൾ വിളിച്ചവനാരോ, നീളെ മുഹമ്മദരാരോ, അതിനുള്ളിൽ കിടക്കുന്ന എല്ലാ കാലത്തുമുള്ള മുഹമ്മദർ ആരാണ്, നാളായി തീരെന്നതിയിലാരോ. ഇതിന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹംസപ്പ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, മണ്ണാർക്കാട്, അക്ഷരാഭ്യാസം പോലും വ്യക്തമായിട്ടില്ലാത്ത ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എല്ലാ ദിവസവും കാണുന്ന സ്വപ്നം മുഹമ്മദീയത്തിൻ്റെ ഉദ്ഭവമാണ്, തിരുത്ഭവമാണ്. തന്നിൽ നിന്ന് മുഹമ്മദീയത്ത് ജനിച്ചുകൊണ്ടേയിരിക്കുക. തന്നിൽ നിന്ന് മുഹമ്മദീയത്തിൻ്റെ ബഹാ, അതിൻ്റെ ലിയാ, അതിൻ്റെ നൂറുൽ അൻവാർ, അതിൻ്റെ സിറുൽ അൻവാർ, അതങ്ങനെ പരകോടികളായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് ജനിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹംസപ്പ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ്. കൂടുതൽ അന്വേഷിക്കേണ്ട, അദ്ദേഹം കുറച്ചൊക്കെ അദൃശ്യനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ അതീന്ദ്രിയ വെളിച്ചം തേടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഹംസപ്പ. ഈ ഹംസപ്പയുടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഉമ്മ നിക്ഷേപിച്ചു കൊടുത്ത, ഉമ്മയൊക്കെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദീയത്ത്, തങ്ങളൊക്കെ ഈ പ്രപഞ്ചം മുഴുവൻ മുഹമ്മദീയതയ്ക്ക് വേണ്ടിയാണ്. ഈ പ്രപഞ്ചം ആവിഷ്കരിക്കപ്പെട്ടത് മുഴുവൻ മുഹമ്മദീയതയെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാലോ, അത് സൂഫികളുടെ സംവാദങ്ങളിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. കുൻതു കൻസൻ മഖ്ഫിയൻ എന്ന് പറയുന്ന ആ ഹദീസിൽ, ആ ഖുദ്സിയായ ഹദീസിൽ അതിന് കൂടുതൽ വ്യാഖ്യാനങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ
പിന്നെ നമ്മൾ മുഹമ്മദീയതയുടെ പ്രകാശനാളങ്ങൾ ഓളം വെട്ടുന്നതും അത് തിരതുള്ളുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അംശത്തിലും മുഹമ്മദീയതയെ കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ അതല്ലാത്ത മറ്റൊന്നും ഒരിക്കലും തന്നെ ജനിക്കുകയില്ല, നമ്മളിന്ന് ഉണ്ടാവുകയില്ല. വാസ്തവത്തിൽ സൂഫി സാഹിത്യത്തിൻ്റെ ആഴം കിടക്കുന്നത് ഈ മുഹമ്മദ് അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭാഷക്കപ്പുറത്ത്, ഇത് ഭാഷക്കപ്പുറത്ത് എന്ന് പറയാം. സൂഫി പാട്ട് എഴുതാൻ നല്ല ഭാഷ വേണ്ടതില്ല, നല്ല ഭാഷാ സാഹിത്യങ്ങൾ വേണ്ടതില്ല. അതിനപ്പുറം വേണ്ട എന്താണെന്ന് പറയും, ആത്മാവിൻ്റെ ഭാഷയാണ്. ആത്മാവിൻ്റെ മൗനവും ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന മൗനവും മൗനം കൊണ്ടിട്ട ഒരു പുതപ്പും മൗനം കൊണ്ട് മൂടി വെച്ച ഒരു അലങ്കാരവും ഒപ്പം ഉള്ളിൽ വേണ്ടത് പിന്നെ നമ്മുടെ ആത്മാവിൻ്റെ ഭാഷയുമാണ്. പിന്നെ അതിന് വലിയ തൊങ്കലും അലങ്കാരം. ഞാൻ പറയുന്നു ഏറ്റവും നല്ല സൂഫി ഗാനങ്ങൾ നമ്മൾ കേൾക്കാത്തതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും നല്ല സൂഫി ഗാനങ്ങൾ, ഇപ്പം ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയ ഏറ്റവും നല്ല സൂഫി ഗാനങ്ങൾ എനിക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത്, എനിക്ക് കേൾക്കാൻ വേണ്ടിയാണ്. എനിക്ക് തന്നെ അതാരാണ് പാടിത്തരുന്നത്? അത് പാടിത്തരുന്നത് എൻ്റെ ആത്മാവാണ്. എൻ്റെ ആത്മാവിൻ്റെ രാഗരസങ്ങളാണ് അത് എന്നിൽ സന്നിവേശിപ്പിക്കുന്നത്. എൻ്റെ ആത്മാവിൻ്റെ ഭാഷയിൽ നിന്നുണ്ടായ ആ വരികൾ അത് എനിക്കാണ് കൂടുതൽ ആസ്വദിക്കാനുള്ളത്. ഞാൻ ആസ്വദിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? എന്നിലുള്ള ഹുവിയത്തിലേക്ക് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഹുവിയത്ത് അത് ദൈവനാദമാണ്, ദിവ്യനാദമാണ്. ആ ദിവ്യനാദത്തെ കേൾക്കുന്ന ഒന്നാണ് നമ്മുടെ ചെവി. നമ്മുടെ ദുന്നൂനുൽ മിസ്രി അള്ളാഹു പറഞ്ഞു, നമ്മുടെ ചെവി എന്ന് പറഞ്ഞാൽ ഇലാഹിയത്തിനെ കേൾക്കാനുള്ളതാണ്. ഇലാഹിയത്തിനെ കേൾക്കാനുള്ള ഈ ചെവിയിൽ പിന്നെ ആ ചെവി ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു മറ്റൊരിക്കൽ പറഞ്ഞു, അള്ളാഹു നൽകിയ ഇന്ദ്രിയങ്ങൾക്ക് ദൈവികമായ സുഖവും സുഗന്ധവും പകർന്നു കൊടുക്കാത്തവൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നവനാണ്. അപ്പോൾ ചെവിക്ക് കർണാമൃതമായിട്ടുള്ളത് സംഗീതമാണ്. ഈ സംഗീതമൊക്കെ ഹറാമാണെന്നൊക്കെ പറയുന്ന മുസ്ലിംമാർ ഇപ്പോഴും, ഞാൻ മുസ്ലിംമാരെ കളിയാക്കാനല്ല, അതൊക്കെ ഹറാമാണ് എന്ന് പറയുന്നത് അവർക്ക് വാസ്തവത്തിൽ ഹുവിയത്തുമായി ബന്ധമില്ലാത്തതുകൊണ്ട്, റബ്ബാനിയായ ഈശ്വരീയമായ അതിന്റെ തലത്തെപ്പറ്റി അറിയാത്തതുകൊണ്ട്, കിതാബ് ഓതിയതുകൊണ്ട് മാത്രമല്ല. ഈ കിതാബുകൾ പോലും വരുന്നത് അക്ഷരങ്ങളിൽ നിന്നാണ്. അക്ഷരങ്ങൾ വരുന്നത് ഇസ്മിൽ നിന്നാണ്. എന്താണ് ഇസ്മിന്റെ അടിത്തറ? അതായത് അലിഫ് സീൻ മീം എന്ന് പറയുന്ന ഇസ്മിന്റെ അടിത്തറ എന്താണ്? ഇസ്മിന്റെ മീമിന്റെ മേലിട്ടിരിക്കുന്ന ആ സമ്മർദ്ദം അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ സുക്കൂൻ അതെന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്കറിയാം, സുക്കൂൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയപ്പെട്ട ജാബിർ സുലൈം. അദ്ദേഹം ആ സുക്കൂനിലാണ് ഇരിക്കുന്നത്. ആ സുക്കൂനിൽ ഇരുന്നിട്ട് അദ്ദേഹം എഴുതുന്ന കവിത ഈ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഈ പ്രപഞ്ചത്തിലും മനുഷ്യന്റെ ആസ്വാദന ചക്രം എവിടെയൊക്കെയുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ അത് ചെന്നെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ സുക്കൂനിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, സുക്കൂനിൽ ഇരുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ സുക്കൂനിൽ ഇരിക്കുമ്പോൾ നമ്മളിൽ ഒളിച്ചു കിടക്കുന്ന ഈശ്വരീയമായ ചൈതന്യം അത് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ഭാഷയിലൂടെ, നമ്മുടെ കർണാമൃത രസങ്ങളിലൂടെ, ചെവിയുടെ രസങ്ങളിലൂടെ, നമ്മുടെ അതീന്ദ്രിയമായ രാസകൽപ്പിതമായ ഉള്ളറിവുകളിലൂടെ അത് പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിന് പ്രത്യേകമായ ഭാഷ വേണമെന്നില്ല. ഞാൻ തൂതാനിയുടെ വരികൾ തന്നെ ഇവിടെ എടുത്ത് ഉദാഹരിക്കാനേ കാരണം അത് അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ അറിയുന്നത് നല്ലതാണല്ലോ. ഒരു അവധൂതനായിട്ട് മറഞ്ഞുപോയ അധികകാലമൊന്നും ആയിട്ടില്ല, ഈ 2000 മില്ലേനിയം ഇയർ വരെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. 1997 ഡിസംബർ മാസത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വരികൾ കൂടി കേട്ടോളൂ. കടുവെട്ടുപാറക്കു കൽവില്ലാതായപ്പോൾ ലാമോട് മീമിട്ടു പാടി, ലാ മുഹമ്മദ് മുനീന്ദ്രന്റെ കോവിൽ മീം പ്രസാദത്തിൽ നാഗേന്ദ്രക്കാവൽ. 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. മീം പ്രസാദത്തിൽ നാഗേന്ദ്രക്കാവൽ, ഇടവിട്ട് പാറക്കു റൂഹാനി മേടി, മീമിട്ട് അടിച്ചിട്ടു മാടി, ഹൂ ഒലിച്ചിട്ടു റൂഹിന്റെ വെണ്ണ, ഹൂഹൂഹൂഹൂവിയത്ത് മണ്ണാൻ, ഹൂഹൂഹൂഹൂവിയത്ത് മണ്ണാൻ. കളിവിട്ടു പാറക്ക് കണ്ണ് മൂളച്ചപ്പോൾ കരിമിഴി സുറുമയിൽ മോടി, കളിവിട്ടു പാറക്ക് കണ്ണ് മൂളച്ചപ്പോൾ കരിമിഴി സുറുമയിൽ മോടി. നീമാൽ മുഹമ്മദ് ചിങ്കാരക്കൊലുസ് മിഞ്ചല്ലം ചില്ലങ്കം തുള്ളിത്താഊസ്. കുറേ ഞാൻ അന്വേഷിച്ചു പോയി, എന്താണ് ഈ മിഞ്ചല്ലം, എന്താണ് ഈ ചില്ലങ്കം? തുള്ളിത്താഊസ് എന്ന് പറഞ്ഞാൽ മയിൽ തുള്ളി എന്നാണ് അർത്ഥം. അത് നമുക്ക് അറബി മലയാളം അറിയുന്നതുകൊണ്ട് മനസ്സിലാവും. പിന്നെ നോക്കൂ, കരിമണ്ടപ്പാറക്ക് കാലു മുളച്ചപ്പോൾ കിളിമയിലാടും പോലാടി, വാരായോ നബിയെ കുൻഫയക്കുന്നിന്റെ കരളാണെന്ന് നബിയെ. അതിലുണ്ട് കുൻഫയക്കൂൻ കുൻ. ഇത് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്ന അള്ളാഹുവിന്റെ അമ്രുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ആ കുൻഫയക്കുന്നിന്റെ കരളാണെന്ന് നബിയെ, എൻ്റെ നബി അതിന്റെ കരളാണ്. കരിമണ്ടപ്പാറക്ക് കാല് മുളച്ചപ്പോൾ, ഞാനൊരു കരിമണ്ടപ്പാറയാണ്, ഉള്ളിൽ വികാരങ്ങളില്ലാത്ത പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരു കരിമണ്ടപ്പാറ, അതിൽ കാല് മുളച്ചപ്പോൾ കിളിമയിലാടും പോലെ പാടി, പോലെ ആടി ഞാൻ. ഇങ്ങനെ ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പിന്നെ ആ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ പാതിര വെയിലായി മാറും, വെയിൽ കുളിരായി മാറും, നിലാവ് നമ്മുടെ മുഖപടമായി മാറും, ആനന്ദം നമ്മുടെ വിരിപ്പാവും, ധ്യാനം നമ്മുടെ സുഷുപ്തിയാവും, കണ്ണുനീര് നമ്മുടെ മഷിയാവും, ദുനിയാവ് നമ്മുടെ കാൽപന്താവും. നമ്മളത് തട്ടിക്കളിക്കും, നമ്മുടെ കിനാവുകളെ നമ്മൾ വെല്ലുവിളിക്കും, നിഴലുകളോട് മാത്രം നമ്മൾ സംസാരിക്കും. നമ്മുടെ ഉൾക്കണ്ണാടി തുടച്ചു മിനുക്കി നമ്മൾ അലഞ്ഞ് പ്രപഞ്ചത്തിൽ നമ്മളങ്ങനെ തുതാനിയെ പോലെ, മസ്താന്മാരെ പോലെ, നമ്മളങ്ങനെ പീറുകളെ പോലെ, കലന്തറുകളെ പോലെ, മലാങ്കുകളെ പോലെ നടക്കും. എന്തിനാണ്? ഈ ഉലൂഹിയത്ത് അത് മാത്രം കേട്ടാൽ മതി, റബ്ബാനിയായ വാക്കുകളുടെ പൊരുൾ മാത്രം പറഞ്ഞാൽ മതി. അവർ വെറുതെ വേഷം കെട്ടിയ മസ്താന്മാരായിരുന്നില്ല, മസ്താന്മാരാരും വേഷം കെട്ടിയ മസ്താന്മാരായിരുന്നില്ല. ജീവരസ ശ്വാസത്തിലും പ്രവാചകന്റെ പ്രേമം ആവാഹിച്ചവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്താനുള്ള ഫക്കു റഖബ, തിരുനബിയെ കണ്ടെത്താനുള്ള എളുപ്പത്തിന്റെ കഠിനമായ വഴി അത് തന്നെ മോചിപ്പിക്കലാണ്. താൻ അടിമയാണ്, തന്നെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ആ വഴി തിരഞ്ഞു നടക്കലായിരുന്നു. അങ്ങനെ തിരഞ്ഞു നടന്നവർ ഒരിക്കലും തന്നെ കിതക്കുകയില്ല. ആ കിതക്കാത്ത മനുഷ്യരോടൊപ്പം നമുക്ക് എത്താനാവുകയില്ല. സൂഫി സംഗീതത്തിന്റെ മലയാള ഭാഷാ വ്യാഖ്യാനമോ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഗ്രാമറോ അതിന്റെ സ്ട്രക്ചറോ പറയാൻ എനിക്ക് കഴിയില്ല. അത് ഞാൻ പരാജയമായിട്ട് സമ്മതിക്കുകയാണ്. കാരണം അത് സാധിക്കാൻ കഴിയുന്നതല്ല, ഒരിക്കലും കഴിയുന്നതല്ല. അത് കവാലികൾ എടുത്താലും സൂഫി മെഹ്ഫിലുകൾ എടുത്താലും ഗസലുകൾ എടുത്തു കഴിഞ്ഞാലും അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഞാൻ വ്യാഖ്യാനിക്കുന്നത് എനിക്ക് തോന്നുന്ന രീതിയിലാണ്. പ്രിയപ്പെട്ട അഷ്റഫ് പാലപ്പെട്ടി പറയുമ്പോൾ വേറൊന്നായിരിക്കും, പ്രിയപ്പെട്ട ജാബിർ സുലൈം പറയുമ്പോൾ വേറൊന്നായിരിക്കും, പ്രിയപ്പെട്ട ഇസ്മത്ത് ഹുസൈൻ പറയുമ്പോൾ അത് വേറൊന്നായിരിക്കും.
അതായത് ശ്രോതാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സവിശേഷമായ ഒരു വാഗ്സിദ്ധി ഉള്ളതായിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ അതിൻ്റെ പേര്? ഒരു പ്രത്യേക വാഗ്സിദ്ധി ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ജവാമിഉൽ കലിം. ഈ ജവാമിഉൽ കലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്തുള്ളവർ എപ്പോൾ കേട്ടാലും ഏത് ഭാഷയുള്ളവർ എങ്ങനെ കേട്ടാലും അവർക്കെല്ലാം മനസ്സിലാകുന്ന, ഉള്ളിൽ അതീന്ദ്രിയത സന്നിവേശിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ സൂഫി സാഹിത്യത്തിന്റെ ഭാഷയും അതാണ്. സൂഫി സാഹിത്യത്തിന്റെ ഭാഷ അത് ദൈവികമാണ്. അത് ഇഷ്ക് മുഹമ്മദിയ, ഇഷ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധിതമാണ്. അതിന്റെ വാക്കുകൾ ആത്മാവിന്റെ വാക്കുകളാണ്. അതിന്റെ രാഗക്രമങ്ങളും ഒപ്പം അതുമായി ബന്ധപ്പെട്ട വൃത്തവും താളവും അതൊക്കെ വേണമെങ്കിൽ മദീദ് പോലെയുള്ള സംഗതികളോടും അതിന്റെ ഛന്ദസ്കരണത്തെയൊക്കെ വലിച്ചിട്ടിട്ട് ഇവിടെ വ്യാഖ്യാനിക്കാം. പക്ഷെ എനിക്ക് ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ സൂഫി സാഹിത്യത്തെയും സൂഫി സംഗീതത്തെയും മനുഷ്യന്റെ കേവലമായ പഠനങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ കേവലമായ അക്കല് കൊണ്ട് അതിനെന്ത് ചെയ്യരുത്? വ്യാഖ്യാനിച്ചറിയാൻ ശ്രമിക്കരുത്. അത് വ്യാഖ്യാനിച്ചറിഞ്ഞാൽ ഒരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ അതീന്ദ്രിയമായ ആകാശത്തിൽ നിന്ന് അതിനെ താഴെ ഇറക്കലായിരിക്കും. അത് നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന വാക്കുകളാണ് യഥാർത്ഥ സംഗീതം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എന്നിൽ നിന്ന് ഞാനല്ലാത്ത, ഞാൻ പുറത്തിടാത്ത, എനിക്ക് ആവിഷ്കരിക്കാൻ കഴിയാത്ത ഒന്നായി എന്നിൽ നിന്ന് എന്താണോ പുറംചാടുന്നത്, ആ പുറംചാടുന്ന, ഞാൻ ആവിഷ്കരിച്ചിട്ടില്ലാത്ത, എന്നെക്കൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയാത്ത, എൻ്റെ ക്രമത്തിൽ നിൽക്കാത്ത, എൻ്റെ അച്ചിൽ ഉൾക്കൊള്ളാത്ത, എൻ്റെ അടക്കത്തിലില്ലാത്ത, ഞാനല്ലാതെ ഞാൻ തന്നെ ആയി മാറുന്ന, എന്നിലില്ലാത്ത എന്നാൽ എന്നിൽ ഒളിച്ചു കിടക്കുന്ന ഭാഷ, എന്നെ ഞാനല്ലാതാക്കി മാറ്റുന്ന, എന്നെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്ന, എന്നെ ഇഷ്കിന്റെ തോണിയിൽ, മഹബത്തിന്റെ തോണിയിലൂടെ, ഗറാമിന്റെ മസ്തിലൂടെ, ലഹരിയിലൂടെ, അതിൻ്റെ രാസലഹരി എന്നൊന്നും പറയാൻ പറ്റില്ല, രാസക്രമത്തിനും അപ്പുറത്ത്, രാസഘടനക്കും അപ്പുറത്ത് നമ്മളെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്ന, ഇലാഹിയായ തലത്തിൽ ബന്ധിപ്പിച്ച് പിന്നെ ഞാനില്ല, ഞാൻ ഹക്കിന്റെ ഭാഗമായിരിക്കുന്നു, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മസ്തും ഇഷ്കുമൊക്കെ ഞാൻ ഹക്കിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമാണ്. ഞാൻ ഹക്കിലേക്ക് പോകുമ്പോൾ എൻ്റെ ചെവി ഇല്ലാതാവുന്നു, എൻ്റെ കാഴ്ച ഇല്ലാതാവുന്നു, എൻ്റെ അക്ഷരങ്ങളില്ലാതാവുന്നു, എൻ്റെ വാക്കുകളില്ലാതാവുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, അതുകൊണ്ട് സൂഫി സംഗീതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അത് ആ ഇല്ലായ്മയിൽ നിന്നാണ്. സർലാ മക്കാൻ സത്വലബഹുയി നബി ഇന്തിഹായിലേക്ക് അടുപ്പിക്കുന്ന, വോയിഡിലേക്ക്, ഇല്ലായ്മയിലേക്ക്, ലായിൽ നിന്ന് തുടങ്ങി ലായിൽ അവസാനിക്കുന്ന ഒന്നാണ് സൂഫി സംഗീതം. അതിന്റെ ഭാഷ അതാണ്, ആ പാട്ടിന്റെ രസം അതാണ്. ആ അതീന്ദ്രിയത ഉൾക്കൊള്ളാൻ കഴിഞ്ഞവർ, അവർ അതിന്റെ രചയിതാക്കളാണ്, അവർ അതിന്റെ കേൾവിക്കാരാണ്, ആസ്വാദകരാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാമാണ്. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അരമണിക്കൂറായി ഇത്രയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചല്ല, പറഞ്ഞപ്പോൾ നീണ്ടുപോയി, സോറി, ക്ഷമിക്കുക.